10,000 kilometers കവർ ചെയ്തു. 28 ഡേയ്സിലായിരുന്നു ഞാനത് ചെയ്തത്. റെക്കോർഡിന് വേണ്ടിയിട്ടായിരുന്നില്ല ഞാനത് പോയത്. ആ മൊമെന്റ് അങ്ങോട്ട് ലീവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അമ്മയ്ക്ക് ഫ്രണ്ട്സിന്റെ നിന്ന് ഫാമിലി അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ള രീതിക്കൊക്കെ ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. എന്ത് ഇങ്ങനെ മോനെ ഇങ്ങനെ വിടുന്നതെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് പെട്രോളിന് ഇത്ര വരും അല്ലെങ്കിൽ ഫുഡിന് ഇത്ര വരും എന്നുള്ള ബേസിക് നീഡ്സിന് മാത്രമുള്ള ചെലവ് മാത്രം ആലോചിച്ചിട്ടുമായിരുന്നു പോയത്. അച്ഛനെ ഞാൻ 28 ദിവസം ഞാൻ വിളിച്ചിട്ടില്ല, എന്നെയും വിളിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല. അമ്മയായിരുന്നു എൻ്റെ ഒരു സീക്രട്ട് കീപ്പർ പോലെ എന്നെ ഹെൽപ്പ് ചെയ്തതും കാര്യങ്ങളൊക്കെ. ലഡാക്കിന്റെ ടെറൈൻസിലോട്ട് കയറിയ സമയത്ത് അത് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കാരണം കോവിഡ് ആയതുകൊണ്ട് കംപ്ലീറ്റ് ആർമി റൂളാണ് അവിടെ നടക്കുന്നത്. സോ ആർമി ഒരിക്കലും വിടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പോയപ്പോൾ നടന്നതെല്ലാം ഫുള്ള് ഞാൻ ലൈഫിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഈ സ്ഥലം എങ്ങനെയുണ്ടെന്നോ അല്ലെങ്കിൽ എവിടെയാണെന്നോ ഒന്നും അമ്മയ്ക്ക് അറിയില്ല. ഞാൻ ഓക്കെ ആണെന്നോ മാത്രം അമ്മയ്ക്ക് അറിഞ്ഞാൽ മതി. മെയിൻ മെമ്മറി അല്ലെങ്കിൽ ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള ബന്ധങ്ങൾ കുറേ കിട്ടിയെന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ ആ ടെറൈൻസ് കണ്ടപ്പോൾ ശരിക്കും എനിക്കൊന്നും പറയാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല. കാരണം ഞാൻ ഫോണിലും അല്ലെങ്കിൽ കുറേ ഫോട്ടോസിലൊക്കെ കണ്ട ഒരു സ്ഥലത്ത് ഞാൻ ബൈക്ക് ഓടിച്ച് കേരളത്തിൽ നിന്ന് എത്തി എന്ന് പറയുമ്പോൾ അത് ആ ടൈമിൽ എനിക്ക് എത്താൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ പേര് ഹരിപ്രസാദ് എന്നാണ്. ഒരു 2021 ഞാൻ പാലക്കാട് നിന്നും ലഡാക്കിലോട്ട് ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്നു സോളോ ആയിട്ട്. 10,000 kilometers കവർ ചെയ്തു. 28 ഡേയ്സിലായിരുന്നു ഞാനത് ചെയ്തത്. ഇതിനായിരുന്നു എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എൻ്റെ പേര് വന്നതും അതിൻ്റെ വീഡിയോസ് ഒക്കെ എനിക്ക് അവർ അയച്ചു തന്നതും. അപ്പം എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഇതന്നെ ആയിത്തീരണം എന്ന് പറയുന്നത് ഒരു റേസർ ആയിട്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫാമിലി സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചപ്പോൾ പിന്നെ കുറേ ഇതിനെക്കുറിച്ചൊക്കെ നോക്കി പിന്നെ ട്രാവലിങ്ങിനോടും എല്ലാത്തിനോടും കുറേ അധികം എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. കോവിഡ് ടൈമിലായിരുന്നു കൂടുതൽ യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് മേ ബി എല്ലാവർക്കും ഉണ്ടാവും ഓരോ ഏജിൽ അല്ലെങ്കിൽ ഓരോ ടൈം പീരീഡിൽ നമുക്ക് ഈ ഒരു സാധനം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നി ഇതിങ്ങനെ പോയേ പറ്റൂ എന്നുള്ളത്. ഫ്രണ്ട്സിൻ്റെ നിന്ന് ഫാമിലി അങ്ങനെ ബേസിക്കലി ആരുടെയും സപ്പോർട്ടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ആയിരുന്നു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്തതും ബഡ്ജറ്റ് പ്ലാൻ ചെയ്തതും എല്ലാം ചെയ്തതും. റെക്കോർഡിന് വേണ്ടിയിട്ടായിരുന്നില്ല ഞാനിത് പോയത്. എനിക്ക് സ്ഥലം കാണാനും എനിക്ക് ബൈക്ക് ഓടിക്കാനും എനിക്ക് ആ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അമ്മയായിരുന്നു എൻ്റെ ഒരു സീക്രട്ട് കീപ്പർ പോലെ എന്നെ ഹെൽപ്പ് ചെയ്തതും കാര്യങ്ങളൊക്കെ. ഫിനാൻഷ്യലി ആയാലും വേറെ രീതിക്കുള്ള സപ്പോർട്ടായാലും. കാരണം ഫാമിലി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സൈഡിൽ നിന്നുള്ള പ്രഷർ അമ്മയ്ക്ക് എന്തായാലും വരും. ബേസിക്കലി ആ സമയത്ത് എനിക്ക് 19 വയസ്സായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാനിത് ബൈക്കിലായിരുന്നില്ല പ്ലാൻ ചെയ്തത്. 2021 ടൈമിൽ ഓൾ ഇന്ത്യയിൽ ലോക്ക്ഡൗൺ ഫസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഫുള്ളായിട്ട്. ആ ഡേയിൽ ഞാൻ സൈക്കിളിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സൈക്കിളും കാര്യങ്ങളൊക്കെ എല്ലാം വാങ്ങി എല്ലാം സെറ്റ് ചെയ്ത് അതിൽ സോളോ ആയിട്ട് പോകാനായിട്ട് എല്ലാം ഫ്ലാഗ് ഓഫ് വരെ തീരുമാനിച്ച എല്ലാം റെഡിയാക്കി ഇതാണ്. അന്നാണ് പിന്നെ ലോക്ക്ഡൗൺ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പോയി. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് കണ്ടിന്യൂസ് ലോക്ക്ഡൗൺ ആയപ്പോൾ ഫിസിക്കലി എന്നെ കൊണ്ട് സൈക്കിളിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് എനിക്ക് ജോബും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചൊന്ന് സെറ്റായപ്പോൾ ബൈക്ക് വാങ്ങാൻ പറ്റി. ബേസിക്കലി കറക്റ്റ് പെട്രോളിന് ഇത്ര വരും അല്ലെങ്കിൽ ഫുഡിന് ഇത്ര വരും എന്നുള്ള ബേസിക് നീഡ്സിന് മാത്രമുള്ള ചിലവ് മാത്രം ആലോചിച്ചിട്ടുമായിരുന്നു പോയത്. പക്ഷെ പോയപ്പോൾ നടന്നതെല്ലാം ഫുള്ള് ഞാൻ ലൈഫിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു ഞാൻ ഇങ്ങനൊരു ഡിസ്റ്റൻസ് അത് ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു മെൻ്റലി ഉള്ളതും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അത് ഫീൽ ചെയ്തില്ല. ഞാൻ ആ മൊമെന്റ് അങ്ങോട്ട് ലീവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൾക്കാർ അറിയണമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഞാൻ ഈ പോയ കാര്യം അറിയണമെന്ന് വിചാരിച്ചിട്ടായിരുന്നില്ല ഞാൻ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തും എല്ലാം. ബേസിക്കലി എനിക്ക് ഈ സ്ഥലങ്ങൾ കാണണം അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഏജിൽ എനിക്ക് ഈ ഒരു സംഭവം ചെയ്യണം, എങ്ങനെയും പോയേ പറ്റൂ എന്നുള്ളൊരു റീസൺ ഒന്നുമില്ല, അതിന് തോന്നിപ്പോയി എനിക്ക്. അതാ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ പോയ ടൈമിൽ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മയായിരുന്നു ബേസിക്കലി എൻ്റെ മെയിൻ സപ്പോർട്ട് സിസ്റ്റം എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് കുറേ പ്രഷർ ഉണ്ടായിരുന്നു. അമ്മ ആക്ച്വലി ടീച്ചറാണ്. സോ അമ്മയ്ക്ക് ആ ടീച്ചേഴ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നായാലും ഫാമിലി സൈഡിൽ നിന്നായാലും ഭയങ്കര മോശമായിട്ടുള്ള രീതിക്കൊക്കെ ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. എന്ത് ഇങ്ങനെ മോനിങ്ങനെ വിടുന്നതെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മോൻ മോശമായിട്ടുള്ള രീതിക്ക് പോകും അല്ലെങ്കിൽ മോൻ എന്തെങ്കിലും പ്രശ്നമാവും, മോന് ഭാഷ അറിയില്ല, അങ്ങനെ ബ്ലാ കുറേ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അമ്മയെ എങ്ങനെയും ഒന്ന് ഹാപ്പി ആക്കണം എന്നുള്ള രീതിക്കായിരുന്നു. വന്നപ്പോൾ എനിക്ക് ഇത് ഈ റെക്കോർഡിൻ്റെ കാര്യം എനിക്ക് ആരാ പറഞ്ഞെന്ന് അറിയില്ല. ആരോ ഫ്രണ്ട്സ് ആരോ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്തത് കൂടി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ കയ്യിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഗൂഗിൾ മാപ്പിലെ ടൈം ലൈൻ കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുത്തിട്ട് നോക്കിയപ്പോഴായിരുന്നു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അയച്ചു കൊടുത്തതിനാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. അത് അമ്മയായിരുന്നു പ്രഷറൈസ് ചെയ്തിട്ട് ഇത് എടുക്കുക എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തത്. അല്ലാതെ ഞാനിത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പോയതല്ല. പോയിട്ട് വന്നിട്ട് ഒരു മാസം ഒന്ന് കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചതും ചെയ്തതും എല്ലാം. വീട്ടിൽ നിന്ന് ഞാൻ രാവിലെ ഒരു 3-4 മണിയാകുമ്പോഴായിരുന്നു ഞാൻ ഏർലി മോർണിംഗ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ സമയത്ത് ആക്ച്വലി ലോക്ക്ഡൗൺ ആയിരുന്നു.
പാലക്കാട് തമിഴ്നാട് ബോർഡർ, വാളയാർ ബോർഡർ ആക്ച്വലി ക്ലോസ്ഡ് ആയിരുന്നു. ആ ടൈമിലേക്ക് ലിമിറ്റഡ് വണ്ടികളെ മാത്രമേ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, കാരണം ബോർഡർ ക്രോസ് ചെയ്യാൻ വിടുക എന്നുള്ളത്. കാരണം എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതായിരുന്നു ഞാൻ ആക്ച്വലി. അച്ഛൻ ലൈക്ക് ഒരു ഡ്രൈവറാണ്, സോ പുള്ളി നൈറ്റ് തന്നെ പോയി. ഞാനപ്പോൾ പറഞ്ഞു ഞാൻ രാവിലെ ഉണ്ടാവില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ചെയ്യുന്നുണ്ട് അച്ഛൻ പോയി. അമ്മയായിരുന്നു പിന്നെ ലാസ്റ്റ് ഓക്കെ നീ ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നുണ്ട് പറഞ്ഞതും ഞാൻ പോയതും. അപ്പം അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പോയി. ലൈക്ക് ആ വാളയാർ ബോർഡർ ക്രോസ് ചെയ്തതിന് ശേഷം തൊട്ട് പിന്നെ ഫുള്ള് ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പോയതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഒരു പുള്ളിനെ കണ്ടു. പുള്ളിയുടെ പേര് ഞാൻ ആക്ച്വലി മറന്നു. പുള്ളി ഒരു സെയിം ഡോമിനോറിൽ കൊച്ചിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ബാംഗ്ലൂർക്ക് പോകുമായിരുന്നു. പിന്നെ പുള്ളിയുടെ കൂടെ ഞങ്ങൾ കമ്പനിയായിട്ട് ഞാനും പുള്ളിയും കൂടെ ആയിരുന്നു ബാംഗ്ലൂർ വരെ പോയത്. ബാംഗ്ലൂർ സ്റ്റോപ്പ് ചെയ്യണമെന്നായിരുന്നു അന്നത്തെ എൻ്റെ പ്ലാന്. പക്ഷെ അന്ന് ഞാൻ ബാംഗ്ലൂർ സ്റ്റോപ്പ് ചെയ്തില്ല. ബാംഗ്ലൂർ കഴിഞ്ഞിട്ട് കുറച്ചു ദൂരം ബാംഗ്ലൂരിൻ്റെ ഔട്ടർ എത്തിയപ്പോൾ പിന്നെയും ഒരു ബ്ലൂ കളർ R15 കണ്ടു. ഞാൻ ആക്ച്വലി ഒരു പെൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കി നിന്നത്. അത് പെട്ടെന്ന് നോക്കിയ സമയത്ത് അതൊരു ആൺകുട്ടിയായിരുന്നു. പുള്ളി ഹൈദരാബാദ് ഒരു ഫിലിം മേക്കിംഗ് പഠിക്കുകയായിരുന്നു. പിന്നെ പുള്ളിയുടെ കൂടെ സെയിം ഡേ തന്നെ ഞാൻ ലൈക്ക് രാവിലെ 4 മണിക്ക് ഹൈവേ എത്തിയതാണ്. ആ സെയിം ഡേ നൈറ്റ് ഒരു 1 o'clock ആകുമ്പോൾ ഞങ്ങൾ ഹൈദരാബാദ് എത്തി. അറൌണ്ട് 1200 കിലോമീറ്റേഴ്സ് ആയിരുന്നു അന്ന് ഒരു ദിവസം കവർ ചെയ്തത്. അതിനുശേഷം ഡേ ബൈ ഡേ നാഗ്പൂർ, സാഗർ, ഡൽഹി എന്ന് പറഞ്ഞിട്ടായിരുന്നു ലൈക്ക് എൻ്റെ റൂട്ട് ഉണ്ടായിരുന്നത്. ആ ഡേ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പോകുന്ന സമയത്ത് കിഷോർ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിനെ കണ്ടു. പുള്ളി ലൈക്ക് മുംബൈയിലായിരുന്നു, ലൈക്ക് തമിഴനാണ്, പക്ഷെ ലൈക്ക് ഈ ബേസ്ഡ് ഓൺ മുംബൈ. ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിയായിരുന്നു. പുള്ളി IT കമ്പനിയിൽ വർക്ക് ചെയ്ത് പുള്ളിക്ക് ആ സ്ട്രെസ് കാര്യങ്ങളൊന്നും പറ്റാതെ പുള്ളി അതിനുശേഷം ഇതുപോലെ ട്രാവൽ ചെയ്യാനൊക്കെ തുടങ്ങിയതാണ്. പിന്നെ പുള്ളിയുടെ കൂടെ ആയിരുന്നു 2 ദിവസം. അതിനുശേഷം ഡൽഹി എത്തി. പിന്നെ ഡൽഹിയിൽ നിന്ന് വേറെ 2 പേരെ കിട്ടി. പിന്നെ അവരായിട്ടായിരുന്നു അങ്ങനെ കറങ്ങിയതെല്ലാം. ബേസിക്കലി ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, സോളോ തന്നെയായിരുന്നു പക്ഷെ റൈഡ്. പക്ഷെ ഇതുപോലെ പോകുന്ന വഴിയെല്ലാം ഓരോരുത്തർ കിട്ടി. അതായിരുന്നു ലൈക്ക് എനിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു എനിക്ക് ടാഗ് ലൈൻ കൊടുക്കാൻ എന്താണെന്ന് അറിയില്ല. പക്ഷെ ബേസിക്കലി ഓരോ ഡേയും ഓരോരുത്തരെ പരിചയപ്പെടാൻ പറ്റി. ഈവൻ ഞാൻ ലാസ്റ്റ് ഇയർ ഞാൻ നേപ്പാൾ, ഭൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കോളേജ് കഴിഞ്ഞ് ഒരു 10 ഡേയ്സ് കഴിഞ്ഞിട്ടില്ല, ഒരു ഫ്യൂ ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ലഡാക്ക് റൈഡിൽ ഞാൻ സഞ്ജയ് എന്ന് പറഞ്ഞൊരു പുള്ളിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഡൽഹിയിൽ നിന്ന് ലൈക്ക് താജ്മഹൽ, ആഗ്ര ഹൈവേ കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സാൻഡ് സ്റ്റോം ഒക്കെ അടിച്ചിട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ ഇവരെ കണ്ടത്. അന്ന് പരിചയപ്പെട്ട പുള്ളിയായിരുന്നു. പുള്ളിയുടെ കൂടെയായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ വർഷം നേപ്പാൾ, ഭൂട്ടാൻ റൈഡ് പോയത്, പുള്ളിയുടെ ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്നത്. സോ ബേസിക്കലി ഒരു മെയിൻ മെമ്മറി അല്ലെങ്കിൽ ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള ബന്ധങ്ങൾ കുറേ കിട്ടിയെന്നുള്ളതാണ്. വേൾഡ് ലൈക്ക് ഓൾ ഇന്ത്യയിൽ നിന്ന് കുറേ ഫ്രണ്ട്സിന് കിട്ടി. ഈ കേരളത്തിന് ചുറ്റും പോയി, ലൈക്ക് തമിഴ്നാട് കുറച്ച് പോയി എന്നല്ലാതെ വേറെ ഇതിന് പുറത്ത് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു പോയതെല്ലാം. സോ പെട്ടെന്നൊരു സ്വിച്ച് ആയിരുന്നു എനിക്ക് എൻ്റെ ബോഡിക്കും കിട്ടിയത്, എൻ്റെ ബൈക്കിനും കിട്ടിയത്, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിനും കിട്ടിയത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹിന്ദി എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ആകെ വളരെ കുറച്ച് ഹിന്ദി അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ട് വന്നത്. സോ അതിൻ്റെ കുറച്ച് പറ്റിക്കുന്ന പോലെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം അറിയാമെന്നുള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ രക്ഷപ്പെട്ടു, അത്രേ ഉള്ളൂ. പൈസ ഇല്ലാതായ സിറ്റുവേഷൻ പറഞ്ഞാൽ ഞാൻ തിരിച്ച് ലൈക്ക് ട്രിപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. സൈഡിൽ വന്നൊരു ലൈക്ക് ബൈക്കിൽ ഒരു വൈറ്റ് കളർ കരീംഷിൽ ഒരു പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. ആ പുള്ളി ജസ്റ്റ് ഒരു തംസപ്പ് കാണിച്ചതാ. യൂഷ്വലി ലൈക്ക് പോണ ഫസ്റ്റ് ഡേ തൊട്ട് അങ്ങനെ തന്നെയായിരുന്നു, ഓരോരുത്തർ തംസപ്പ് കാണിക്കായിരുന്നു. ഇതേപോലെ തിരിച്ചു വരുമ്പോൾ ഒരു പുള്ളി തംസപ്പ് കാണിച്ചതാ. പിന്നെ വണ്ടി സൈഡാക്കി പുള്ളിയായിട്ട് കമ്പനിയായി. പുള്ളി ആരാന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോൾ കമ്പനി ഉണ്ട്. ആ പുള്ളിയുടെ കൂടെ ആയിരുന്നു ഞാൻ ലൈക്ക് ബാംഗ്ലൂർ, ലൈക്ക് ഔട്ടർ ബാംഗ്ലൂർ വരെ പുള്ളിയുടെ കൂടെ പോയിട്ട് പുള്ളിയുടെ ഫ്ലാറ്റിൽ സ്റ്റേ ചെയ്തു. പുള്ളി ഫുഡൊക്കെ കുക്ക് ചെയ്ത് തന്ന് നൈറ്റൊക്കെ ഫുള്ള് ഞങ്ങൾ സംസാരിച്ച് നല്ല കമ്പനിയായി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഹൈവേ വരെ കൂടെ വന്നിട്ട് തിരിച്ച് ലൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലഡാക്ക് തന്നെ ആയിരുന്നു എൻ്റെ ഒരു മെയിൻ ലൈക്ക് ഗോൾ, അല്ലെങ്കിൽ എനിക്ക് ആ ടെറൈൻസ് കാണണം എന്നുള്ളായിരുന്നു എൻ്റെ ലൈക്ക് ഒരു ഭയങ്കര ഭ്രാന്തായിരുന്നു എനിക്ക് ആ ടെറൈൻസ് എന്ന് പറയുന്നത്. ലഡാക്കിൻ്റെ ടെറൈൻസിലോട്ട് കയറിയ സമയത്ത് അത് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, കാരണം കോവിഡ് ആയതുകൊണ്ട് കംപ്ലീറ്റ് ആർമി റൂളാണ് അവിടെ നടക്കുന്നത്. സോ ആർമി ഒരിക്കലും വിടില്ല എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് കുറേ സംസാരിച്ചതിന് ശേഷമൊക്കെ ഒരു കടത്തി വിട്ടത്. അതിനുശേഷം ഞാൻ ആ ടെറൈൻസ് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ലൈക്ക് എനിക്കൊന്നും പറയാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല. കാരണം ഞാൻ ഫോണിലും അല്ലെങ്കിൽ കുറേ ഫോട്ടോസിലൊക്കെ കണ്ട ഒരു സ്ഥലത്ത് ഞാൻ ബൈക്ക് ഓടിച്ച് കേരളത്തിൽ നിന്ന് എത്തി എന്ന് പറയുമ്പോൾ അത് ആ ഒരു ടൈമിൽ എനിക്ക് എത്താൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ലൈക്ക് എനിക്ക് ലൈക്ക് എൻ്റെ അമ്മയോട് പറയണമെന്നായിരുന്നു ഭയങ്കര ലൈക്ക് എന്താ പറയുക, ഇങ്ങനെ മുട്ടി നിൽക്കുകയായിരുന്നു അമ്മനെ വിളിച്ച് പറയാൻ. പക്ഷേ
അമ്മനെ വിളിച്ചിട്ട് ഞാൻ ആ എക്സൈറ്റ്മെന്റ് ഒന്നും കാണിച്ചില്ല. ലൈക്ക് നോർമലായിട്ട് അമ്മയെ ജസ്റ്റ് കളിയാക്കുന്ന പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് അമ്മ തന്നെയായിരുന്നു. ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വിളിച്ചു പറഞ്ഞത് അമ്മ തന്നെയായിരുന്നു. ഈ സ്ഥലം എങ്ങനെയുണ്ടെന്നോ അല്ലെങ്കിൽ എവിടെയാണെന്നോ ഒന്നും അമ്മയ്ക്ക് അറിയണം. ഞാൻ ഓക്കെ ആണെന്നോ മാത്രം അമ്മയ്ക്ക് അറിഞ്ഞാൽ മതി. ഇപ്പോൾ കയ്യിൽ പൈസ ഉണ്ടോ, ഓക്കെ ആണോ, ഫുഡ് കഴിച്ചോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതല്ലാതെ ആ ഒരു ഞാൻ പോയിട്ട് വന്ന 28 ദിവസത്തിൽ അമ്മ വേറെ കൂടുതലായിട്ട് എൻ്റെ ചോദിച്ചതായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ സ്ഥലങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് എന്നാ നമുക്കും എപ്പോഴേലും പോവാം എന്നുള്ള ഒരു ഇതല്ലാതെ കൂടുതലായിട്ട് അമ്മയ്ക്കൊന്നും പറയുന്നില്ല. ബേസിക്കലി അമ്മ ഞാൻ എന്നുള്ള സാധനം മാത്രം അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അച്ഛനെ ഞാൻ 28 ദിവസം ഞാൻ വിളിച്ചിട്ടില്ല, എന്നെയും വിളിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ് വന്ന് ഈ റെക്കോർഡ് കിട്ടിയപ്പോഴാണ് ഇതെന്തോ ഒരു സാധനമാണെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടായിരുന്നു. പിന്നെ ലൈക്ക് അത് പുള്ളി നോക്കിയത് അപ്പോഴായിരുന്നു. അതുവരെ പുള്ളി അങ്ങനെ വിളിക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കാണ് പോയതെങ്കിലും ഇതുപോലെ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയതുകൊണ്ട് അവർക്കും ഒരു ലൈക്ക് എന്താ പറയുക ഓക്കെ ആയിരുന്നു. മേബിലേക്ക് അവൻ ഒറ്റയ്ക്കല്ലല്ലോ, ഒരു കൂടെ ഒരു ആൾക്കാർ ഇതുപോലെ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബേസിക് ഇതുണ്ടായിരുന്നു. കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ആക്ച്വലി അവിടെ നിന്ന് ഒട്ടും വരാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ സ്ഥലത്തിനേക്കാളും കാശ്മീരിൽ ഞാൻ പോയ സമയത്ത് ഞാൻ അവിടെ എനിക്ക് പുള്ളിയുടെ പേര് ആക്ച്വലി മറന്നു, കുറച്ച് വായിൽ വരാത്തൊരു പേരായിരുന്നു. പുള്ളി ഒരു നൊമാഡാണ്. ഞാൻ പോയ സമയത്ത് അവിടെ പുള്ളി നൊമാഡിലേക്ക് ആടുകളെ മേയിച്ചിട്ട് അവരിലേക്ക് ഒരു 3 മാസത്തോളം മൗണ്ടെയിൻസിലോട്ട് പോകും. അത് കഴിഞ്ഞ് ആടെല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ ഈ റംസാൻ അങ്ങനെയുള്ള ലൈക്ക് അവരുടെ കൾച്ചർ ടൈമിൽ വന്നിട്ട് ഈ ആട് അറക്കാനും കാര്യങ്ങൾ കൊടുക്കാനുള്ള അതാണ് അവരുടെ ബേസിക് ജോബ്. പിന്നെ പക്ഷെ പുള്ളി സുവോളജിയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞായിരുന്നു ഈ നൊമാഡ്. പ്ലസ് ഞാൻ ആ കാശ്മീരിൽ തന്നെ ഒരു പെട്രോൾ പമ്പിൽ കണ്ട പുള്ളി MBA കഴിഞ്ഞ പുള്ളിയായിരുന്നു. സോ ഈ MBA കഴിഞ്ഞ പുള്ളി, സുവോളജിയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ പുള്ളി എല്ലാം അവിടെ വർക്ക് ചെയ്യുന്നത് പെട്രോൾ പമ്പിലും ആടുമേക്കാനും പോയിട്ടിരിക്കുകയാണ്. സോ അവർക്ക് ഈ കാശ്മീരിൽ നിന്ന് ഡൽഹിയിൽ വന്നിട്ട് ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ജോബ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഈ ഇന്ത്യയുടെ പുറത്ത് പോവാം, ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ എന്ത് ജോബ് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അവർക്ക് അതിൻ്റെ ഒരു ലൈക്ക് മേ ബി നമുക്ക് കാണുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അവിടെ പോയിട്ട് ചില മേ ബി കയ്യിലുണ്ടാവുന്ന ആൾക്കാരായിരിക്കാം, എന്നാലും ഇതുപോലുള്ള കുറേ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചൊന്ന് മാറിക്കിട്ടണേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനിയും ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോവും. ലൈക്ക് ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഞാൻ ഇതുപോലെ നേപ്പാൾ ഭൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ വർഷം ലൈക്ക് തോഷിൽ പോയിട്ട് കുറച്ച് ദിവസം ഇരുന്നിട്ട് വന്നു, കസോൾ സൈഡ്. ഇനിയും ചാൻസ് കിട്ടിയാൽ എന്തായാലും ഞാൻ പോവും. ഈ പോകുന്ന വഴിയിൽ എല്ലായിടത്തും എനിക്ക് കുറേ ഫ്രണ്ട്ഷിപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏജ് ഗ്രൂപ്പ് ചെറിയ കുട്ടികളായാലും കുറച്ച് വലിയവരായാലും. ബേസിക്കലി ലൈക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ട്രിപ്പിന് മുമ്പായാലും ട്രിപ്പ് കഴിഞ്ഞിട്ടായാലും മനുഷ്യന്മാർക്കുള്ള ബേസിക് നീഡ്സ് വന്നിട്ട് സെയിം ആണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക എന്നുള്ളതാണ് ലൈക്ക് എല്ലാ സ്ഥലത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും വരുന്നൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഈ ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു പുള്ളിയെ കണ്ടത് ഡോമിനോർ. ആ പുള്ളിയുടെ നിന്ന് എനിക്ക് കിട്ടിയൊരു ആ പുള്ളിയായിരുന്നു ലൈക്ക് ഫസ്റ്റ് എന്നെ ലൈക്ക് എക്സൈറ്റ് ചെയ്തതും അല്ലെങ്കിൽ എന്നെ ലൈക്ക് എന്താ പറയുക ഒന്ന് മോട്ടിവേറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ. ഞാൻ പുള്ളിനെ കണ്ടു, ഞാൻ അതുപോലെ പോവാന്ന് പറഞ്ഞു. ഫസ്റ്റ് കാണുന്ന ആ പുള്ളിനെ ആയിരുന്നു ലൈക്ക് ഇതുപോലെ ഞാൻ ഈ ട്രാവൽ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് കണ്ടത്. പക്ഷെ അത്രയും ദിവസം ഞാൻ ഈ ട്രിപ്പിന് പോവാന്നുകൊണ്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞ ഒരാളും ലൈക്ക് പറഞ്ഞ ഒരു കാര്യമായിരുന്നില്ല എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞത്. ഭയങ്കര സിമ്പിളായിട്ട് ലൈക്ക് അടിപൊളിയാണല്ലോ, പോവാണല്ലോ, ഞാൻ ലൈക്ക് ലാസ്റ്റ് ഇയർ പോയതാണ്, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിക്കി, ഇതാണ് എൻ്റെ കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് ബാംഗ്ലൂർ പോകാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈക്ക് ഒരു എന്താ പറയുക ഒന്നുമില്ല. ലൈക്ക് എൻ്റെ ലൈഫിൽ ഞാൻ പുള്ളിനെ അതിനു മുമ്പ് കണ്ടിട്ടില്ല, പുള്ളി എന്നെയും കണ്ടിട്ടില്ല. പക്ഷെ ഒരാൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെ ഒരു എന്താ പറയുക അത്രയും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അത്രയ്ക്കും അടിപൊളിയായിട്ടായിരുന്നു എനിക്ക് റിപ്ലൈ തന്നത്. പിന്നെ അതിനുശേഷം കണ്ടെല്ലാവരും. പക്ഷെ നമ്മളെ കുറെ കാലമായിട്ട് അറിയാവുന്ന ഒരു ആൾക്കാർ തന്നെ നമ്മളൊരു ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ നമ്മളെ ഒരു നെഗറ്റീവ് എന്നല്ല, പക്ഷെ നമ്മളെ കുറച്ച് എന്താ പറയുക പുഷ് ചെയ്യാത്ത രീതിക്കുള്ള ഉത്തരങ്ങളായിരുന്നു അല്ലെങ്കിൽ കാര്യങ്ങളായിരുന്നു എനിക്കതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് കണ്ട ആൾക്കാരൊക്കെ അങ്ങനെ ആയിരുന്നില്ല. റിയാലിറ്റീനെ എസ്കേപ്പ് ചെയ്യാന്ന് പറയില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യണമെന്നായിരുന്നു. അതായിരുന്നു എന്നെ ഒരു ട്രാവൽ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ പ്ലാൻ ചെയ്ത് പോയത് ലഡാക്ക് മാത്രമായിരുന്നു. മണാലി വഴി ലഡാക്ക് കയറിയിട്ട് സെയിം റൂട്ട് തിരിച്ചു വരാമെന്നായിരുന്നു എൻ്റെ ടോട്ടൽ പ്ലാൻ ഉണ്ടായിരുന്നതും. അത് അത്ര കിലോമീറ്റർ പോകാനുള്ള പൈസയും ഞാൻ കരുതിയിരുന്നുള്ളൂ, ലൈക്ക് ഫുഡിനായാലും പെട്രോളിനായാലും എല്ലാം. പക്ഷെ ഞാൻ ഈ ഡൽഹിയിൽ നിന്ന് പരിചയപ്പെട്ട സഞ്ജയ്, അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ശരത് എന്ന് പറഞ്ഞിട്ട്, ഈ രണ്ടുപേരും ഞാൻ പരിചയപ്പെട്ടു. ദിണ്ടുക്കൽ നിന്നായിരുന്നു അവരൊരു വലിയൊരു കമ്പനി ഓണേഴ്സ് ആയിരുന്നു അവർ. അപ്പോൾ അവരെ കണ്ടുമുട്ടിയതിന് ശേഷമായിരുന്നു അവരുടെ പ്ലാൻ എന്നുള്ള രീതിക്ക് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാശ്മീർ പോയത്. പക്ഷേ കാശ്മീർ ഞാൻ അന്ന് പോയിരുന്നില്ലേ എനിക്ക് മിസ്സായതൊരു എന്താ പറയുക ഭയങ്കര വലിയൊരു മിസ്സായിരുന്നു. ലൈക്ക് ഞാൻ പോയിട്ടില്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ കുറിച്ച് ഞാൻ പിന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ലൈക്ക് എന്തോ ഒരു പോർഷൻ മാത്രം കണ്ടിട്ട് വന്നൊരു ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കൊരു കംപ്ലീറ്റ് ആയി ഫീൽ ആയിരുന്നു. ലൈക്ക് കാശ്മീരും അതുപോലെ തന്നെ കാശ്മീരിലെ എന്താ പറയുക ദാൽ ലേക്ക് കാര്യങ്ങളും എല്ലാം, സോൻമാർഗൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ലൈക്ക് ഞാൻ ആ പോയ ടൈമിലൊക്കെ ആക്ച്വലി ക്രൗഡ് കുറവായിരുന്നു, കോവിഡ് കഴിഞ്ഞ ടൈമിലായിരുന്നു. മണാലിയിലായിരുന്നു ലോക്ക്ഡൗൺ
ലോക്ക്ഡൗൺ എടുത്തു വിട്ടത് കൊണ്ട് കുറച്ച് ക്രൗഡ് കൂടി വന്നത്. പക്ഷെ ആ ടൈമിൽ എനിക്ക് ആക്ച്വലി പീസ്ഫുൾ ആയിട്ട് സ്ഥലങ്ങൾ കാണാനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഡ്രൈ ആയിട്ടുള്ള ടെറൈൻസ് കുറച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈയും കുറച്ച് കാണാൻ സ്കെയറി ആയിട്ടുള്ള ടെറൈൻസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈജിപ്റ്റ് പോകണമെന്ന് ഭയങ്കര വലിയ ആഗ്രഹമാണ്. മേ ബി ഈ ഇയറോ അല്ലെങ്കിൽ അടുത്ത ഇയറോ എങ്ങനെയും പറ്റി പറഞ്ഞ് ഈജിപ്റ്റ് ഒന്ന് പോകണം.